നമസ്കാരം. മലയാളീസ് വേൾഡ് മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ വീടുകളിൽ വരുന്ന കാക്കകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ചില ലക്ഷണ സൂചനകൾ നൽകാറുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരത്ത് വരുന്ന കാക്കകൾ ചില ശുഭലക്ഷണങ്ങൾ നമുക്ക് തരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ശകുനശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു പക്ഷിയാണ് കാക്ക. ശകുനശാസ്ത്ര പ്രകാരം ഒരു കാക്ക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് മുൻകൂട്ടി പല സൂചനകളും നൽകുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അപൂർവമായി കാക്ക നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭഫലങ്ങളും സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചും കാക്ക നൽകുന്ന നിമിത്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ മരിച്ചുപോയ പൂർവികരുടെ അംശമായാണ് കാക്കയെ കണക്കാക്കുന്നത്. നമ്മുടെ വീടിന്റെ പരിസരത്തിരുന്ന് ഒരു കാക്ക നിർത്താതെ കരയുകയാണെങ്കിൽ അത് വിരുന്നുകാർ വരുന്നതിന്റെ ലക്ഷണമായാണ് പറയുന്നത്. കാക്ക നൽകുന്ന സൂചനകൾ നാം അവഗണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന വരാഹമിഹിരന്റെ ബൃഹസംഹിത എന്ന ഗ്രന്ഥത്തിൽ നിമിത്തശാസ്ത്ര ഭാഗത്തു കാക്കകൾക്കുള്ള പ്രാധാന്യം എടുത്തു തന്നെ പറയുന്നുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരത്ത് നല്ല മരങ്ങളിൽ കാക്ക കൂടുകൂട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഗ്രഹത്തിന് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. വീടിന്റെ പരിസരത്ത് നല്ല മരങ്ങളിൽ കാക്കയുടെ കൂട് കാണുകയാണെങ്കിൽ അത് കുടുംബാംഗങ്ങൾക്ക് മനസന്തോഷവും നമ്മുടെ ഗ്രഹത്തിന് അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇനി ദ്രവിച്ചതോ കത്തിയതോ ആയ മരങ്ങളിലാണ് കാക്കയുടെ കൂട് കാണുന്നതെങ്കിൽ അത് വരാനിരിക്കുന്ന ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടത നമുക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് വീടിന്റെ പരിസരത്ത് ഉണങ്ങിയതോ കത്തിയതോ ആയ മരങ്ങളിൽ കാക്ക കൂട് കൂട്ടുന്നത്. അടുത്തതായി പൂക്കൾ, പഴങ്ങൾ എന്നിവ ഒരു കാക്ക കൊത്തി വീട്ടിൽ കൊണ്ടിടുകയാണെങ്കിൽ ആ ഗ്രഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. അതുപോലെ കൂടുകൂട്ടാൻ ഉപയോഗിക്കുന്ന പുല്ല്, കമ്പ് എന്നിവയാണ് കൊത്തിക്കൊണ്ടിടുന്നതെങ്കിൽ അത് നമ്മുടെ ഗ്രഹത്തിൽ ചിലവ് വർദ്ധിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ കാക്ക ഈറൻ മണ്ണ് കൊത്തിക്കൊണ്ടിടുകയാണെങ്കിൽ അത് നമുക്ക് വസ്തുലാഭം ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. പൂർവിക സ്വത്ത് കൈവന്ന് ചേരുകയോ ഭൂമി വാങ്ങുകയോ ചെയ്യുമെന്നതിന്റെ സൂചനയാണ്. അടുത്തതായി ഒരു കാക്ക വീടിനകത്തേക്ക് പറന്നു വന്ന് വീടിനകത്തിരുന്ന് കരയുകയാണെങ്കിൽ ആ ഗ്രഹത്തിൽ പിതൃദോഷം ബാധിച്ചിട്ടുണ്ടെന്നതിന്റെ സൂചനയാണ്. അടുത്തതായി വീടിന്റെ പരിസരത്തിരുന്ന് കാക്ക ശുദ്ധജലം കുടിക്കുന്നതായി കാണുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. അടുത്തതായി വീടിന്റെ പരിസരത്തിരുന്ന് കാക്ക കുളിക്കുന്നത് കാണുകയാണെങ്കിൽ അത് അതീവ ദോഷമെന്നാണ് പറയുന്നത്. അടുത്തു തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖവാർത്തകൾ കേൾക്കുമെന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ കാക്ക മുടങ്ങാതെ നിത്യേന നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ദിവസവും കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ആ ഗ്രഹത്തിൽ ശനിപ്രീതിയും ഈശ്വരാധീനവും നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ യാത്രയ്ക്കിറങ്ങുമ്പോൾ കാക്കയെ കാണുകയാണെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യാത്ര പുറപ്പെടുമ്പോൾ വലത്തു നിന്നും ഇടത്തോട്ട് കാക്ക പറന്നു പോവുകയാണെങ്കിൽ ധനലാഭവും ഇടത്തു നിന്നും വലത്തോട്ട് പറന്നു പോവുകയാണെങ്കിൽ ധനനഷ്ടവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളിന് നേരെ കാക്ക കരഞ്ഞുകൊണ്ട് പറന്നു വരികയാണെങ്കിൽ അത് ദുശകുനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ യാത്ര ഒഴിവാക്കണമെന്നതിൻ്റെ മുൻകൂട്ടിയുള്ള ഒരു സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തതായി ഒരു കാക്ക മറ്റൊരു കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ശുഭഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി ഒരാളുടെ ശരീരത്തിലോ കുടയിലോ ചെരുപ്പിലോ കാക്ക വന്നിരിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് എന്തോ രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി ഒരാളുടെ തലയിൽ കാക്ക കാഷ്ടിക്കുകയാണെങ്കിൽ അത് അയാൾക്കുണ്ടാകുന്ന കഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തിലാണ് കാക്ക കാഷ്ടിക്കുന്നതെങ്കിൽ അത് അയാൾക്ക് സാമ്പത്തിക നേട്ടം കൈവരുമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി വീടിന്റെ പരിസരത്തിരുന്ന് കാക്കകൾ പരസ്പരം കൊത്തുകൂടുന്നത് കാണുകയാണെങ്കിൽ അത് അടുത്ത ബന്ധുക്കളുമായോ വേണ്ടപ്പെട്ടവരുമായോ കലഹമുണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി ഒരാളുടെ വട്ടം ചുറ്റി ഒരു കാക്ക പറക്കുകയാണെങ്കിൽ
അത് അയാൾക്ക് ശത്രുദോഷമുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. ആ വ്യക്തിക്ക് ശത്രുക്കളാൽ ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നു, സൂക്ഷിക്കണമെന്നതിൻ്റെ മുൻകൂട്ടിയുള്ള സൂചനയായി കണക്കാക്കാം. അടുത്തതായി, മറ്റൊരു കാരണമില്ലാതെ ഒരാളെ കാക്ക കൊത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വരാനിരിക്കുന്ന രോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.